ഈ സി സദാനന്ദന് എയർപോർട്ടിൽ വലിയ സ്വീകരണമാണ് കേന്ദ്രമന്ത്രി അടക്കം പോയി കൊടുക്കാൻ പോകുന്നത്. ഒരു CPM-ന്റെ അക്രമ രാഷ്ട്രീയ മുഖം ആയിട്ട് സാക്ഷി എന്നാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ നോമിനേഷനെ കുറിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാത്ത എത്രയോ വ്യക്തികൾ കമൻറ്റ് ചെയ്തു തുടങ്ങി. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത നോമിനേഷൻ്റെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ് ആ നോമിനേഷൻ. അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനാകാൻ പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദാരുണമായ സുധീഷിൻ്റെ കൊലയ്ക്ക് വഴിവെച്ചത് എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഉറ്റ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള അവിടുത്തെ അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട, ഇനി CPM-നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ പോയി ആക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലൊക്കെ അവിടെ നടന്നിട്ടുള്ള അക്രമങ്ങളുടെ പട്ടിക തന്നെ ഞങ്ങളും പോസ്റ്ററുകളായിട്ട് ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് അതിൻ്റെ ആ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്തായാലും അത് ദാരുണമാണ്, നമുക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന സംഭവമാണ്. ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ളത് ഒഴിവാക്കാമായിരുന്നില്ലേ അത്തരത്തിലുള്ള? അല്ല, അത് അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് കാലവരെ അത് ഞാൻ അതിന് എത്രയോ അവിടെ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ MP ആയിട്ട് 4-5 വർഷം കഴിഞ്ഞു. അല്ല, മുഖ്യമന്ത്രി അദ്ദേഹം എന്താണ് പ്രതികരിച്ച് ചെയ്ത പശ്ചാത്തലത്തിലാണെന്ന് എനിക്കറിയില്ല. ഇതിലെല്ലാവർക്കും വിഷമമുള്ള കാര്യമില്ലേ? നമ്മുടെ ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ ആർക്കാ വിഷമമില്ലാത്തത്? അതൊരു അപകടമാണെങ്കിൽ പോലും അതല്ലെങ്കിൽ അതിനകത്ത് ചില ആൾക്കാരുടെ നിരുത്തരപരമായ നിലപാടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കുണ്ടായിട്ടുള്ളൊരു നഷ്ടമല്ലേ? ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ എല്ലാം കണ്ടില്ലേ? അല്ല, ഇതിപ്പം സഖാവ് MA ബേബിയോട് ചരിത്രം എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? അതുണ്ടാക്കാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലല്ലോ CPM-ൻ്റെ നയസമീപനം. ഇപ്പം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണോ ഞങ്ങൾ 2004 ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത്? അതേപോലല്ലോ ജനറൽ സെക്രട്ടറി. അത് പാർട്ടിയുടെ നിലപാട്, പാർട്ടി കോൺഗ്രസ്സൊക്കെ അംഗീകരിക്കുന്ന നിലപാടല്ലേ? ഞങ്ങളിപ്പോഴും എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള അഭിപ്രായമല്ലേ? ഇന്ന് ഇന്ത്യ പക്ഷത്തെ നേതാക്കൾ ചേരുമ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരിനകത്ത് ഭാഗമാകുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സഖാവ് MA ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയായിട്ട് അദ്ദേഹം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. CPM-ൻ്റെ നിലപാട് വളരെ സ്പഷ്ടമാണ്. അതായത് BJPയെ പ്രതിരോധിക്കാൻ, BJPയെ നേരിടാൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികൾ അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നടങ്കം ഒരുമിച്ച് സംയുക്തമായി ഐക്യത്തോടെ നിലകൊള്ളണം. കോൺഗ്രസ് വിളിച്ചിട്ടുള്ള ഏത് യോഗത്തിലാണ് ഞങ്ങൾ പോകാതിരുന്നിട്ടുള്ളത്? ഞങ്ങളുടെ പരാതി എന്തായിരുന്നു? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് യോഗം വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരാതിയായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സിനാണ് ഉള്ളതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ ഗ്ലോബൽ ഔട്ട്റീച്ചിൻ്റെ സമയത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതല്ലേ കോൺഗ്രസ് പാർട്ടിയോട്, പ്രതിപക്ഷം ഒരുമിച്ചൊരു നിലപാടെടുക്കാം, നിങ്ങളൊരു യോഗം വിളിച്ചു ചേർക്ക്, നമ്മൾ അതിനോട് സഹകരിക്കണമെങ്കിൽ ഏതെല്ലാം ഉപാധികൾ മുമ്പോട്ട് വെക്കണം, അതൊക്കെ ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. കോൺഗ്രസ് വേണ്ട രീതിയിൽ ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നിരയിൽ ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്, അത് കോൺഗ്രസ്സിനുമുണ്ട്.